ഞാൻ അതൊന്ന് പരിഹരിച്ചിട്ട് വരാം. ഞാൻ ഒന്ന് സനോജിലേക്ക് പോയിട്ട് താങ്കളിലേക്ക് തിരിച്ചു വരാം. ആ ഡിസ്റ്റർബൻസ് എനിക്ക് മനസ്സിലാകും. താങ്കൾക്കത് ആ ശബ്ദം തിരിച്ച് എക്കോ ആയിട്ട് വരുന്നതുകൊണ്ട് താങ്കൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്രീ വി കെ സനോജ്, ഷാഫി ചാലിയം പറഞ്ഞു വരുന്നത് CPM-ന്റെ പഴയ നിലപാടും ഇപ്പോഴത്തെ നിലപാടും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. ഞാനിവിടെ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത്, തുടക്കത്തിലെ ആ ആവേശം യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നതിൽ കാണുന്നില്ല. അത് വസ്തുതയാണ്. ആദ്യം ചാടിപ്പുറപ്പെട്ടവർ പിന്നീട് പരസ്പരമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞത് CPM, ലീഗ്, കോൺഗ്രസ് എന്നിവരെയാണ്. കേരളത്തിൽ മറ്റൊരു രീതിയിലുള്ള മുതലെടുപ്പിന് ശ്രമിച്ചു CPM. അതുകൊണ്ട് കോൺഗ്രസിന് പോലും പിന്നീട് ഈ ഒരു ദേശീയ തലത്തിലെ നിലപാട് അത് മയപ്പെട്ട നിലപാടായിരുന്നു. അതിൽ നിന്ന് വിരുദ്ധമായ ഒരു നിലപാടിലേക്ക് പോകേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ BJP ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്ന തന്ത്രമായിരുന്നില്ലേ CPM പയറ്റിയത്? അതിനല്ലേ ഇപ്പോൾ ലീഗിൻ്റെ ഈ മതസംഘടനകളെ ചേർത്തുള്ള യോഗത്തിന് ശേഷമുള്ള മറുപടി അത് തിരിച്ചടിയായത്? അങ്ങനെയല്ല. CPIM വളരെ വ്യക്തമായ സുചിന്തിതമായ നിലപാടാണ് നേരത്തെ ഉയർത്തിപ്പിടിച്ചത്. എക്കോ വരുന്നതിനകത്ത് കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ CPM സംസ്ഥാന സെക്രട്ടറി അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഏകീകൃത സിവിൽ കോഡിനെതിരായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ യോജിക്കാൻ കഴിയാവുന്ന എല്ലാ വിഭാഗം ആളുകളുമായും യോജിച്ച് തന്നെ ഇത്തരം പ്രക്ഷോഭമായി കഴിഞ്ഞാലും ക്യാമ്പയിനായി കഴിഞ്ഞാലും ഞങ്ങൾ തയ്യാറാണെന്ന പ്രഖ്യാപനം തന്നെയാണ് നടത്തിയത്. അപ്പോൾ CPM വളരെ കൃത്യമായി അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചപ്പോൾ അതിനകത്ത് ലീഗ്, അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ലീഗിലെ ഒരു വിഭാഗം, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതൃത്വം ഒന്നടങ്കം CPM ഇതിനകത്തെന്തോ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നു, CPM ഇതിനകത്ത് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കാനാണ് ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ CPIM ദേശീയ രാഷ്ട്രീയം വളരെ കൃത്യമായി വിലയിരുത്തുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഒരു പുതിയ സാഹചര്യത്തിൽ 1985 സാഹചര്യമല്ല ഇപ്പോൾ 2024 ഉള്ളത്. അപ്പോൾ വളരെ കൃത്യമായിട്ടും സംഘപരിവാർ അവരുടെ അജണ്ടകൾ ഓരോന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യ ക്ഷേത്രം നേരത്തെ പ്രഖ്യാപിച്ചു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോയി. അതിനുശേഷം കാശ്മീരിൻ്റെ പദവിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് അവർ നേരത്തെ പ്രഖ്യാപിച്ചു. ഏകീകൃത സിവിൽ കോഡ് അവർ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പം മറ്റു ചില അജണ്ടകൾ പൂർത്തീകരിച്ച് ഏകീകൃത സിവിൽ കോഡിലേക്ക് കടക്കുന്നു. അപ്പോൾ അതിശക്തമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് ജനാധിപത്യ ഇന്ത്യയെ, മതനിരപേക്ഷ ഇന്ത്യയെ തകർക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുക. അതുകൊണ്ട് BJP ഇതിനകത്ത് എടുക്കുന്ന ഈ ഒരു മുൻകൈ എന്ത് താല്പര്യത്തെ മുൻനിർത്തിയാണ് എന്ന് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയോ ഏതെങ്കിലും ലീഗ് ഒരു വിഭാഗം ആളുകളുടെയോ എന്തെങ്കിലും തരത്തിലുള്ള ഉപദേശം CPM-ന് വേണ്ടതില്ല. അത് നിങ്ങൾ എത്ര തന്നെ ഇതുമായി ബന്ധപ്പെട്ട് CPM-നെ കുഴിയിൽ ചാടിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ CPM-നെതിരായ പ്രചരണം സംഘടിപ്പിച്ചാലും CPIM ആ കാര്യത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നവുമില്ല. ലീഗിന്റെ പങ്കാളിത്തവും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവല്ലോ. അല്ലല്ല, അവിടെയാണ് കെണി വന്നത്. കോൺഗ്രസിനെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ലീഗിന്റെ പങ്കാളിത്തം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവല്ലോ സെമിനാറിൽ. പക്ഷേ അത് നടന്നില്ല. അല്ല, ലീഗ് ഒരു വിഭാഗം ആളുകൾ വളരെ കൃത്യമായും CPIM സ്വീകരിച്ച നിലപാടിനെ സ്വാഗതം ചെയ്തതാണ്. ഞങ്ങൾ പറഞ്ഞ ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഞങ്ങളുടെ സെമിനാറിൽ പങ്കെടുക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അതിനകത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇടപെടൽ നമ്മൾ കാണേണ്ടതുണ്ട്. അവർ എല്ലാ കാര്യത്തെയും വോട്ട് ബാങ്കിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ കേരളത്തിൻ്റെ അധികാര രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തിയാണ് കാണുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ഞങ്ങൾ വളരെ വിശാലമായ നിലയിൽ രാഷ്ട്രീയമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP-യുടെ ഒരു ഹിഡൻ അജണ്ടയാണ്. ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ എന്ന സങ്കല്പം തകരും എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ച ഈ ആശയത്തിൻ്റെ ഭാഗമായി അണിനിരക്കാൻ കേരളത്തിലെ ഒരു വലിയ ശതമാനം മതനിരപേക്ഷ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള വലിയ വിഭാഗം ആളുകൾ തയ്യാറാണെന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ലീഗിനകത്ത് തന്നെ ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യോഗത്തിൽ പങ്കെടുത്ത മതസംഘടനകളുടെ എണ്ണം നിങ്ങൾ കണ്ടതാണല്ലോ. അവരുടെ പ്രാതിനിധ്യം നിങ്ങൾ നിങ്ങളുടെ യോഗത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കേട്ടില്ല.
മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത മതസംഘടനകളുടെ യോഗം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. അതിലെ പങ്കാളിത്തം, അതേ ആളുകളുടെ പങ്കാളിത്തം CPM വിളിച്ചു ചേർക്കാൻ പോകുന്ന സെമിനാറിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? ആദ്യം ഈ സെമിനാർ വിശാലമായ രീതിയിൽ സംഘടിപ്പിക്കുമെന്നാണല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ പങ്കാളിത്തം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല മഞ്ജുഷ CPM അങ്ങനെ മതസംഘടനകളുടെ മാത്രം യോഗമല്ല വിളിക്കുന്നത്. CPM അങ്ങനെ മതസംഘടനകളുടെ മാത്രം യോഗമല്ല വിളിക്കുന്നത്. അതായത് BJP മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്താൻ മുന്നോട്ട് വരുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തും. അത് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന പോലെയുള്ള ഒരു സാമുദായിക രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടോ നിലപാട് CPM എടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ CPM മുന്നോട്ട് വെച്ച ആ നിലപാടിനോട് പൊതുവെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം നല്ല നിലയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ആശയക്കുഴപ്പവും ഷാഫി ചാലിയം ഒരാശയക്കുഴപ്പവും ഇല്ല എന്നാണ് CPM പറയുന്നത്. അതേസമയം ഈ EMSന്റെ